ഇടതുപക്ഷത്തോടടുക്കുന്ന സംഘടനാ തീരുമാനത്തെ എതിർക്കുന്ന കരയോഗങ്ങളുടെ എണ്ണം ഇപ്പോൾ 4 തിരുവനന്തപുരം കുറ്റ്യാണിയിലെയും കോട്ടയത്ത് ചേന്നാട്ടെയും കരയോഗം ഭാരവാഹികളാണ് ഇന്ന് സുകുമാരൻ നായർക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. പ്രതിഷേധമറിയിച്ച കുര്യാത്തി ശിവാനന്ദ വിലാസം കരയോഗം അംഗം ഉമേഷ് നായർ ഇന്ന് താലൂക്ക് യൂണിയൻ സെക്രട്ടറിക്ക് കത്തുമയച്ചു. എത്രയും പെട്ടെന്ന് ഒരു നിലപാട് മാറ്റി ചിന്തിച്ചതിൽ കീഴ്ഘടകങ്ങളുടെ ആലോചിക്കാതെ അതല്ലാതെ സ്വന്തമായി പെട്ടെന്ന് തീരുമാനത്തിലുള്ള പ്രതിഷേധം കൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. ഈ സർക്കാരിനെ അനുകൂലിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നമ്മുടെ സമുദായത്തിൻ്റെ അഭിപ്രായം. ഏതായാലും ഒരു തലപ്പത്തിരിക്കുന്ന ആളെ ഒരു വ്യക്തമായ തീരുമാനം എടുക്കുമ്പോൾ ഒന്നുകിൽ കീഴ്ഘടകങ്ങളുമായിട്ട് ആലോചിച്ച് ചെയ്യുക, അങ്ങനെയായിരുന്നു ഒരു കീഴ്വഴക്കം. അതില്ലാതെ വന്ന ഒരു വ്യക്തിപരമായ തീരുമാനം എടുത്തപ്പോൾ നമുക്കതിൽ പ്രതിഷേധമുണ്ട്. ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടി പ്രമേയം പാസ്സാക്കി ആ പ്രമേയം മിനിറ്റിൽ രേഖപ്പെടുത്തി മിനിറ്റിൻ്റെ കോപ്പി എടുത്ത് ചങ്ങനാശ്ശേരിക്ക് അയക്കുക, ഞങ്ങളുടെ പ്രതിഷേധം അങ്ങനെ അറിയിക്കുക വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് അനുകൂല നിലപാടാണ് പ്രസിഡന്റ് സെക്രട്ടറി എന്നോട് എടുത്തിട്ടുള്ളത്. ജി സുകുമാരൻ നായർക്കെതിരെ ഇന്ന് 3 ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. തിരുവനന്തപുരം കുറ്റ്യാണിയിലും കോട്ടയം കിളിരൂരിലും ശാസ്താംകോട്ട വേങ്ങയിലുമാണ് ബാനർ പ്രത്യക്ഷപ്പെട്ടത്. സമുദായത്തെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ച നേതൃത്വം സമുദായത്തിന് തന്നെ നാണക്കേടെന്നാണ് ബാനറിൽ എഴുതിയിരിക്കുന്നത്. വിവരങ്ങളുമായി അലി അക്ബർ ഷായും റഹീസ് റഷീദും ദിലീപ് ദേവസ്യയുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം അലി അക്ബർ ഷായിലേക്ക്. അലി അക്ബർ ഷാ, ഗുഡ് ഈവനിംഗ്. ഇന്നലത്തേതുപോലെയല്ല, കുറച്ചുകൂടി നേരത്തെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രതിഷേധിക്കുക, അത് മൊത്തത്തിൽ നാണക്കേടല്ലേ എന്ന് കരുതിയൊക്കെ പറയാതിരുന്ന ആളുകളൊക്കെ പരസ്യ വിമർശനത്തിലേക്ക്, കലാപക്കൊടി ഉയർത്തുന്നതിലേക്ക് എത്തുകയാണോ ഇപ്പോൾ? സുജിയ, തീർച്ചയായും അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ്, കട്ടപ്പയായി വരെ ജി സുകുമാരൻ നായരെ ഉപമിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ, ബാനറുകളൊക്കെ ഉയർന്ന സാഹചര്യം ഇന്നലെ നമ്മൾ കണ്ടു. ആദ്യഘട്ടത്തിൽ കൊച്ചി കണയന്നൂർ കരയോഗമാണ് ഈ ജി സുകുമാരൻ നായർക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയത്. വീണ്ടും വിചാരമില്ലാത്ത ഇടപെടലാണ് ജി സുകുമാരൻ നായരുടേതെന്ന രൂക്ഷമായ വിമർശനമായിരുന്നു പ്രമേയത്തിലുണ്ടായത്. അതിനുശേഷമാണ് പത്തനംതിട്ടയിലെ ബാനർ നമ്മൾ കണ്ടത്. ഇന്നിപ്പോഴത്തെ തിരുവനന്തപുരത്തും കോട്ടയത്തും ഉൾപ്പെടെ ഈ കൂടുതൽ കരയോഗങ്ങൾ ജി സുകുമാരൻ നായർക്കെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വരികയാണ്. കുടുംബ നേട്ടത്തിനു വേണ്ടി നായർ സമുദായത്തെ ഒറ്റുകൊടുത്ത, പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പ ജി സുകുമാരൻ നായർക്ക് ആദരാഞ്ജലികൾ എന്നതുൾപ്പെടെയുള്ള ഫ്ലക്സ് ബോർഡുകളും ഈ പറഞ്ഞതുപോലെ ബാനറുകളുമാണ് ഉയർന്നു വരുന്നത്. അതേസമയത്താണ് പ്രതിഷേധങ്ങളെ ലാഘവ ബുദ്ധിയോടുകൂടി കണ്ടുകൊണ്ട്, വളരെ നിസ്സാര ബുദ്ധിയോടുകൂടി കണ്ടുകൊണ്ടുള്ള പ്രതികരണം ജി സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നും വരുന്നത്. ഈ പറഞ്ഞ ശരിദൂരം, സമദൂരത്തിലെ ശരിദൂരം എന്ന് ഈ സുകുമാരൻ നായർ പറഞ്ഞു വെക്കുമ്പോഴും അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ നായർ സമുദായം തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ കരയോഗങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായി കൂടി വേണം ഇന്ന് തിരുവനന്തപുരത്തും അതുപോലെ കോട്ടയത്തും ഉൾപ്പെടെ ഉയർന്ന പോസ്റ്ററുകളെയും അതുപോലെ തന്നെ കരയോഗം